കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗറിൽ ഇപ്പോൾ കൊല്ലം അടയാളപ്പെടുത്തുന്നു. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് വല്യശാല രാജു. ചിന്നക്കടയിൽ പിറന്ന പ്രശസ്ത നോവൽ. രണ്ടാം ലോകമഹായുദ്ധം അവസാനിച്ച നാളുകൾ. യുദ്ധത്തിന്റെ കെടുതികൾ വർദ്ധിച്ചതല്ലാതെ അവസാനിച്ചില്ല. സ്വാതന്ത്ര്യ സമരം കൊടുമ്പിരി കൊണ്ട കാലവും കൂടിയായിരുന്നു. തിരുവിതാംകൂർ തികച്ചും അസ്വസ്ഥമായിരിക്കുകയായിരുന്നു. ഇക്കാലത്താണ് പ്രശസ്ത എഴുത്തുകാരൻ പി കേശവദേവ് കൊല്ലം നഗരത്തിലെത്തിയത്. വീട്ടിൽ ആഹാരത്തിനുള്ള വകയില്ലാത്ത സ്ഥിതി. ഏതാനും ചെറുകഥകൾ കൂട്ടിച്ചേർത്തുണ്ടാക്കിയ പുസ്തകം വിൽക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ദേവ് എത്തിയത്. പുസ്തകം പലർക്കും നൽകിയെങ്കിലും പണം കിട്ടിയില്ല. ഒടുവിൽ കൊല്ലത്തെ തൊഴിലാളി സംഘടനയായ കൊയിലോൺ ഫാക്ടറി വർക്കേഴ്സ് യൂണിയന്റെ ഓഫീസിലെത്തി. എൻ ശ്രീകണ്ഠൻ നായരായിരുന്നു പ്രസിഡന്റ്, ടി കെ ദിവാകരൻ സെക്രട്ടറി. ചിന്നക്കടയിൽ പീടികകളുടെ മുകളിലുള്ള ചെറിയ മുറിയാണ് യൂണിയൻ ഓഫീസ്. ഒരു ഡെസ്കും 2 ബെഞ്ചും 2 കസേരയും ഉണ്ടവിടെ. മുറിയുടെ മുൻവശത്ത് വിശാലമായൊരു വരാന്തയുമുണ്ട്. രാത്രി കഴിച്ചുകൂട്ടാനായാണ് ദേവ് അവിടെ എത്തിയത്. ടി കെ ദിവാകരൻ തൊഴിലാളി പ്രവർത്തനത്തിനിറങ്ങി പുറത്തു പോയിരിക്കുകയായിരുന്നു. ഒരു ബെഞ്ചെടുത്ത് വരാന്തയിലിട്ട് ദേവ് അതിലിരുന്നു. ചിന്നക്കടയിൽ സന്ധ്യയായാൽ പിന്നെ അക്കാലത്ത് തിക്കും തിരക്കുമാണ്. സാധാരണ തിക്കും തിരക്കുമല്ല, ഇന്നത്തെ പോലെയുമല്ല. റിക്ഷകളും കാളവണ്ടിയും ബസ്സുകളും ലോറികളും കാറുകളും യാത്രക്കാരും അപ്പുറത്തുള്ള റെയിൽവേ സ്റ്റേഷനും വണ്ടികൾ വരുന്നതും പോകുന്നതുമെല്ലാം അവിടെ ഇരുന്ന് കാണാം. നഗരക്കാഴ്ചകൾ കണ്ട് ദേവ് സമയം പോക്കി. പെട്ടെന്നാണ് റോഡരികിൽ ഒരു റിക്ഷാവണ്ടി ദേവിന്റെ കണ്ണിൽപ്പെട്ടത്. അതിന്റെ ചവിട്ടുപടിയിൽ കയറി ഇരിക്കുകയാണ് റിക്ഷാക്കാരൻ. റിക്ഷയുടെ പിറകിൽ ഒരു പാവപ്പെട്ട പെൺകുട്ടി നിൽപ്പുണ്ട്. അവളുടെ കയ്യിൽ 2-3 ചെറിയ കടലാസ് പൊതികളും ഒരു കുപ്പിയുമുണ്ട്. പെട്ടെന്ന് റിക്ഷാക്കാരൻ എഴുന്നേറ്റു. അയാൾ റിക്ഷ കയ്യിലെടുത്തു. പിറകോട്ട് തള്ളി മുന്നോട്ട് ആഞ്ഞു വലിച്ചു. പിറകിൽ നിന്നിരുന്ന പെൺകുട്ടി നിലവിളിച്ചുകൊണ്ട് അടുത്തിരുന്ന ഓടയിലേക്ക് മറിഞ്ഞു വീണു. റിക്ഷാക്കാരൻ പരിഭ്രമത്തോടെ പെൺകുട്ടിയെ പൊക്കിയെടുക്കുകയുണ്ടായി. അവളുടെ ദേഹത്ത് പറ്റിയ അഴുക്കുവെള്ളം തുടച്ചു കളഞ്ഞു. അവൾ പിന്നെയും നിലവിളിക്കുകയാണ്. രാത്രിയിലെ അത്താഴം തയ്യാറാക്കാനുള്ള ഉപ്പും മുളകും മണ്ണെണ്ണയും മറ്റുമായിരുന്നു അവളുടെ കയ്യിലുണ്ടായിരുന്നത്. അവയെല്ലാം ഓടയിൽ ചിതറിപ്പോയി. റിക്ഷാക്കാരൻ മടിയിൽ നിന്ന് കാശെടുത്ത് അവൾക്ക് നൽകി. റിക്ഷയും വലിച്ചുകൊണ്ട് ഓടിപ്പോവുകയും ചെയ്തു. പെൺകുട്ടിയും പോയി. ആ സംഭവമാണ് ഓടയിൽ നിന്ന് എന്ന നോവലിന്റെ വിത്തെന്ന് പി കേശവദേവ് തന്റെ ഓർമ്മകളുടെ ലോകത്തിൽ എന്ന കൃതിയിൽ എഴുതിയിരിക്കുന്നു. ദേവിന്റെ മനസ്സിൽ വീണ ആ വിത്ത് മുളച്ചു വളരാൻ തുടങ്ങി. റിക്ഷാക്കാരന് ദേവ് പേര് നൽകി, പപ്പു. ഓടയിൽ വീണ പെൺകുട്ടിക്ക് ലക്ഷ്മി എന്നും. രാത്രിയേറെ വൈകി ടി കെ ദിവാകരനെത്തി. ശ്രീകൃഷ്ണ ലഞ്ച് ഹോമിൽ പോയി പുട്ടും ഇറച്ചിച്ചാറും കഴിച്ചു. തിരിച്ചെത്തി ഓഫീസിൽ ദേവ് കിടന്നുറങ്ങി. അടുത്ത ദിവസം രാവിലെ യൂണിയൻ ഓഫീസിലെ മുറിയിലിരുന്ന് ദേവ് ഒരു നോവൽ എഴുതാൻ തുടങ്ങി. അതിന് അദ്ദേഹം ഓടയിൽ നിന്ന് എന്ന പേരും നൽകി. കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗറിൽ ഇതുവരെ കേട്ടത് കൊല്ലം അടയാളപ്പെടുത്തുന്നു. തയ്യാറാക്കി അവതരിപ്പിച്ചത് വല്യശാല രാജു.